എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് താഴാൻ സാധ്യതയുള്ള രണ്ട് ഷെയർസിനെ കുറിച്ച്. അതായത് ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ റീസണിൽ താഴാനായിട്ട് സാധ്യതയുള്ള രണ്ട് ഷെയർസ്. അത് ഒന്നാമത്തെ ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഷെയറാണ്. 820 രൂപയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാർട്ട് എടുത്താൽ ഇതാണ് ഗ്ലോബൽ സ്പിരിറ്റിൻ്റെ ഒരു ചാർട്ട്. അതായത് ഡൗൺ ട്രെൻഡിലുള്ള ഒരു ഷെയർ തന്നെയാണത്. കണ്ട, ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണത്. ഏകദേശം 1300 രൂപയിൽ നിന്നാണ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. 1300 രൂപയിൽ നിന്ന് താഴ്ന്നിട്ട് ഇവിടം വരെ ഏകദേശം താഴ്ന്നു. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് കണ്ട, ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് നടന്നു. അത് പക്ഷേ അത് വീണ്ടും കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഒരു താഴ്ന്നു വന്നത്. വീണ്ടും താഴ്ന്നു വന്ന് മാത്രമല്ല അതിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ ഇവിടെ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഷെയർ ഇപ്പോൾ നിൽക്കുന്നത്. കറണ്ട് നിൽക്കുന്നത് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട്. കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വേണ്ട, ഒരു ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ വരും ദിവസങ്ങളിൽ മൂവ് ഇതിൻ്റെ താഴേക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ താഴെ. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ ഒരു വീക്കിലി ചാർട്ടിലേക്ക് പോകാം. വീക്കിലി ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗ്ലോബൽ സ്പിരിറ്റ് എന്ന ചാർട്ടിൻ്റെ വീക്കിലി വ്യൂ. വീക്കിലി വ്യൂവിൽ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, വീക്കിലി ഇവിടെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അതൊരു നല്ലൊരു സൈൻ അല്ല. ഇവിടെ ഒരു നമ്മൾ നേരത്തെ കാണിച്ച സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ട് വീക്കിലി നിൽക്കുന്നു. അപ്പോൾ ഇനി വീക്കിലി ചാർട്ട് നമുക്കൊന്നുകൂടി ഇതിൻ്റെ വ്യൂ ഒന്ന് ചെറുതാക്കി നോക്കാം. കുറച്ചും കൂടി കാലപരിധി കിട്ടുന്ന വ്യൂ നമുക്ക് ചെറുതാക്കി നോക്കാം. അപ്പോൾ ഇത് എൻ്റെ വ്യൂ ചെറുതായി ഇപ്പോൾ ഇതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ്. വീക്കിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനെ ഇതെങ്ങാനും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കൂടുതൽ ഫാളിലേക്കായിരിക്കും പോകാനായിട്ട് സാധ്യത. അപ്പോൾ ഈ ഷെയർ കയ്യിലുള്ളവർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അടുത്ത ആഴ്ചയിലെ ക്യാൻഡിൽ ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആയിരിക്കും. അപ്പോൾ ഈ ഷെയർ ഒന്ന് കയ്യിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഈ ഷെയർ കയറാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ, വീക്കിലി നമുക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു സോൺ ഉണ്ട്. നമുക്കിവിടെ ഇതൊരു സോണുണ്ട്. 926, 920 റേഞ്ചിൽ ഇവിടെ ഒരു സോണുണ്ട്. അപ്പോൾ ഈ സോൺ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയൊരു അപ്സൈഡിലേക്ക് ഇത് പോകാനായിട്ട് ചാൻസ് നമുക്ക് കാണുന്നുള്ളൂ. ഇത് വീക്കിലി ചാർട്ടഡ് പ്രത്യേകം നോക്കണം, വീക്കിലി ചാർട്ടഡ്. അപ്പോൾ ഈ സോണിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് വേണം. സോണിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്ന് ഇവിടെ 2-3 ക്യാൻഡലിൽ നിന്ന് കയറിപ്പോയി. ഇവിടെ കണ്ട ഈ സോൺ 2-3 പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ നിന്നു താഴ്ന്നില്ല. ഇവിടെ അതിനാണ്ട് ഈ സോൺ വലിയൊരു റെഡ് ക്യാൻഡിലോടുകൂടി ഈ സോൺ ബ്രേക്ക് ചെയ്തു, നേരെ താഴേക്ക് വന്നു. വീണ്ടും ഇവിടെ നിന്ന് കയറി ഈ സോൺ വരെ ടച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൂടാതെ ഒരു കൺസോളിഡേഷൻ നടന്നു. പിന്നെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ സോണിനെ ബ്രേക്ക് ചെയ്ത് പോയി. ഇവിടെ ഈ സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ നിന്നു. അപ്പോൾ ഈ സോണിനെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതായത് 925 ഏകദേശം 930 ആ സോൺ റേഞ്ച്. അപ്പോൾ ആ സോൺ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു അപ്സൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്കിതിലൊരു എൻട്രിയും. അതല്ല, ഈ വീക്കിലി ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഒരു ഫാള് വീണ്ടും താഴേക്ക് ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഈ ഷെയർ ഒന്ന് ശ്രദ്ധിക്കുക കയ്യിലുള്ളവർ. അടുത്ത ഷെയർ മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. 1503 രൂപയുടെ അതിൻ്റെ റേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച 12-ാം തീയതി 6% താഴ്ന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോവാം.
ഇതാണ് മെട്രോപോളിസിൻ്റെ ചാർട്ട്. നമ്മളൊരു ചാർട്ട്, ഈ ചാർട്ട് എടുത്ത് നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഒന്നും കൂടി ചെറുതാക്കാം, നമുക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ടിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഈ ചാർട്ടിൽ വന്നിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ട്രെൻഡ് ലൈൻ താഴെയും നമുക്കൊരു ട്രെൻഡ് ലൈനെ വരച്ചു കൊടുക്കുന്നത്, ഈ ലൈൻ രണ്ട് ലൈൻ മുട്ടിച്ചുകൊണ്ട്. അപ്പോൾ വിത്ത് വലിയൊരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വോളിയം ഉണ്ട്. അപ്പോൾ ഈ ചാനലാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിലും ഒരു ഡൗൺ സൈഡ് ഫാള് വരും ദിവസങ്ങളിൽ സംഭവിക്കാം. അപ്പോൾ ഈ ഷെയർ കയ്യിലുള്ളവർ സൂക്ഷിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് പോകാം. വീക്കിലി വ്യൂവിൽ ഈ ഷെയറിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീക്കിലി ഒരു വ്യൂ നമുക്ക് കാണുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു ചാനൽ തന്നെയാണ്. ചാനൽ വീക്കിലി വ്യൂവിലും ഒരു ചാനലാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൊരു ഫാള് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോഴും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഷെയർ മുകളിൽ നിന്ന് ഇവിടം വരെ വന്നു അല്ലേ, നമുക്കറിയാം ഇവിടം വരെ വന്നു. അതിനുശേഷം അത് കയറി, അതിനുശേഷം വീണ്ടും ഇവിടെ ഈ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് വന്നു, വീണ്ടും ഇവിടം വരെ പോയി, വീണ്ടും ഇത് ഇവിടം വരെ. അപ്പോൾ ഈ ലെവലിൽ ഒരു പ്രത്യേകതയില്ല, 1800 ലെവലിൽ. അപ്പോൾ അവിടെ നമുക്കൊരു വര വരച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഈ ലെവലിൽ നോക്കിയാൽ ഈ സോൺ. അപ്പോൾ വീക്കിൽ നമുക്ക് നോക്കിയാലോ കണ്ട ഈ സോണിൻ്റെ പ്രത്യേകത കണ്ടല്ലോ നമുക്ക്. അപ്പോൾ വീക്കിൽ ഇനി ഇതൊരു അപ്സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ ഈ സോൺ, അതായത് 1846 1820 ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ, അതായത് 1846 1820 ഈ റേഞ്ച് ക്രോസ് ചെയ്തിട്ട് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഫ്രീ ഫോൾ ആയിരിക്കും താഴേക്ക് വരിക. അപ്പോൾ ഇതാണ് രണ്ട് ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് ഈ മെട്രോപോളിസും മറ്റേത് ഗ്ലോബൽ സ്ഫിയർ. അപ്പോൾ ഈ രണ്ട് ഷെയർസ് കയ്യിലുള്ളവർ ഒന്ന് കോഷ്യസ് ആവണം, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത്രയും കണ്ടീഷൻസ് ഇതിലുണ്ട് അപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരാനുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.